ഇത് എന്താണെന്ന് നോക്കിയപ്പോൾ അവൻ്റെ മേമയും ചേട്ടനും ചാച്ചയും കൂടി അവന് കുറച്ച് സർപ്രൈസായിട്ട് കുറച്ച് ഗിഫ്റ്റുകൾ അയച്ചിരിക്കുന്നതാണ്. അവരാദ്യമായിട്ട് കിട്ടുന്ന കുറച്ച് ഗിഫ്റ്റുകളാണ്. ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണിയുടെ വീഡിയോസൊക്കെ കുറേ പേര് കണ്ടു. ഒരുപാട് പേര് നമ്മളെ വിഷ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ എൻ്റെ സെയിം എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരെ ആ കമൻസിലൂടെ പരിചയപ്പെടാൻ സാധിച്ചു. എന്നെപ്പോൾ ഞാൻ ചില കമൻസൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഞാനൊന്നും സ്ട്രഗിളായിട്ട് പോലും കൺസിഡർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കേസുകൾ അതിൻ്റെ താഴെ കണ്ടിരുന്നുണ്ടോ. എല്ലാവർക്കും എന്താ പറയുക, ആ ഒരു ഫേസൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്ന എല്ലാവർക്കും എന്താ പറയുക എൻ്റെ വക അഭിനന്ദനങ്ങൾ. അല്ലെങ്കിൽ എന്തായാലും വാക്കുകൾ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എല്ലാവരും എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസാണ്. അവരെല്ലാവരും ആ ഒരു ജേർണി, അതിപ്പോൾ ഈ ഒരു കോംപ്ലിക്കേഷനൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. ആ ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞ ജേർണിയാണ് തരണം ചെയ്തിട്ടുള്ള എല്ലാവരും സ്ട്രോങ് ആയിട്ടുള്ളവരാണ്. പിന്നെ നമ്മുടെ കുഞ്ഞിനൊരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. റെഗുലറായിട്ട് ഇവിടെ ഉള്ളതാണ്. ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞ് ഒരു 4-5 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വിസിറ്റ് ഉണ്ടായിരിക്കും. അവരുടെ ഓർഗൻസൊക്കെ എന്താ പറയുക ഇത്ര ദിവസം കഴിയുമ്പോൾ വേണ്ട ഗ്രോത്തൊക്കെ ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ അവരൊരു റെഗുലർ ചെക്കപ്പ് ഇവിടെ ഉള്ളതാണ്. അത് തന്നെയായിരുന്നു നമ്മുടെ ബേബിക്ക് ഉണ്ടായിരുന്നത്. എല്ലാം ഇതുവരെ എല്ലാം ഓക്കെയാണ്. അവൻ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ കുറച്ചധികം എന്ന് പറയാതെ പാക്കേജസ് വന്ന് വീണ്ടും കൊണ്ടിരിപ്പുണ്ട്. ഇത് എന്താണെന്ന് നോക്കിയപ്പോൾ അവൻ്റെ മേമയും ചേട്ടനും ചാച്ചയും കൂടി അവന് കുറച്ച് സർപ്രൈസായിട്ട് കുറച്ച് ഗിഫ്റ്റുകൾ അയച്ചിരിക്കുന്നതാണ്. അവരാദ്യമായിട്ട് കിട്ടുന്ന കുറച്ച് ഗിഫ്റ്റുകളാണ് കേട്ടോ. അത് നമ്മൾ വാങ്ങിക്കുന്നതൊന്നും ഗിഫ്റ്റ് അല്ലല്ലോ. അപ്പോൾ അവന് ആദ്യമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാനിത് എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. നമുക്ക് ഒരുമിച്ച് നോക്കാം. നീ തുറന്ന് നോക്ക് എന്ന് മാത്രമേ ചേച്ചി എൻ്റെ അടുത്ത് പറയത്തുള്ളൂ. നമുക്ക് നോക്കട്ടെ കേട്ടോ. ബേബി മൈൽസ്റ്റോൺ ബ്ലാങ്കറ്റ്. ഈ സംഭവം ഞാൻ ഇൻസ്റ്റയിൽ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കുട്ടികളിങ്ങനെ കിടത്തിയിട്ട് ഓരോ മന്തിലും അവരുടെ ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ വെച്ച് നമ്മളിങ്ങനെ തീം അനുസരിച്ച് ഉണ്ടാക്കുന്ന ബ്ലാങ്കറ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത് തന്നെ അതാട്ടോ, ആ ഒരു ബ്ലാങ്കറ്റാണ്. ഈ നല്ല പുറത്ത് കിടക്കാൻ നല്ലതോ കാണാമോ? ഈ ഒരു ബ്ലാങ്കറ്റാണ്. അപ്പോൾ നമുക്ക് ഓരോ മാസത്തിലും ഇതിനകത്ത് കിടത്തി അവൻ്റെ ഓരോ മാസത്തിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഉള്ള തീം അനുസരിച്ച് എടുത്തു വയ്ക്കാം. അപ്പോൾ അതിനുള്ളൊരു ബ്ലാങ്കറ്റാണ് അവൻ തന്നേക്കുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ ആക്സസറീസും ഉണ്ട്. ഏത് മന്താണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്സസറീസ് എല്ലാം നമുക്കിപ്പോൾ പൊട്ടിക്കേണ്ടത്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അന്നേരം എടുക്കാം. ഇതായിരുന്നു കേട്ടോ ഒരെണ്ണം. ഇത് കണ്ടിട്ട് വാഴതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് എനിക്കുള്ളതാട്ടോ ഈ ഗിഫ്റ്റ്. ഡയപ്പർ ബാഗില്ലേ, അതാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗ്. ഓക്കെ, ഇനി അങ്ങോട്ട് ഈ ബാഗിന് നല്ല അത്യാവശ്യമുള്ള സമയമാണ്. ഇവിടെ ചെറിയൊരു ഇതെന്തിനാ യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇനി ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ കിടത്തനെയാണ്. ഓക്കെ,
കുറച്ചധികം വലിയ പെട്ടിയാണ്. ഈ സാധനം കേട്ടോ, നീ ഇപ്പൊ പൊട്ടിക്കണില്ല, അവരെ കിടത്തുമ്പോ പൊട്ടിക്കാം. കമന്നൊക്കെ കിടക്കാറാകുമ്പോൾ ഇച്ചിരിയോടെ ഒന്ന് ആയി കഴിഞ്ഞിട്ട് പൊട്ടിച്ചിട്ട് കാര്യമില്ല. അടിപൊളി. അപ്പൊ ഇതൊക്കെയാണ് അവന്റെ മേമ ചേട്ടനും ചാച്ചനൊക്കെ അവർക്ക് അവന് കൊടുത്ത ഗിഫ്റ്റ്. നന്ദിയൊന്നും ഞാൻ വീഡിയോയിലൂടെ പറയുന്നില്ല, നന്ദിയുടെ ആവശ്യമില്ല. അത് അവൻ്റെ മേമയുടെ അവകാശമാണ് അവന് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ളത്. പിന്നെ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി മീൽസിൻ്റെ വീഡിയോകൾ ഇതിനൊപ്പം ഉണ്ട് കേട്ടോ. ഞാനല്ല കുക്കിങ്ങൊന്നും, പപ്പയും മമ്മയാണ്. ഇപ്പോൾ അവർ വന്ന ശേഷം ഞാൻ അടുക്കള പൂർണ്ണമായി അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരാണ് നമ്മുടെ ഫുഡെല്ലാം ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ അവധി ദിവസം കിട്ടുമ്പോൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്കും വീഡിയോസ് ഇടാമല്ലോ. ചേച്ചി ഒറ്റയ്ക്ക് തന്നെ ഇട്ടാൽ വീഡിയോസ് തന്നെ ഇടുമ്പോൾ ചേച്ചിയും ടയർഡായി പോവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ഊണിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ ഏതൊരു വീഡിയോ കണ്ടിട്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഊണിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കാട്ടുപന്നിയാണ്. നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, വൈൽഡ് ബോർ. അപ്പോൾ അതിൻ്റെ 1 കിലോ ഇറച്ചിയാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മളൊന്ന് വരട്ടിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് തന്നെ നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായി വരുമ്പോഴേക്കും നമുക്കൊരു അച്ചാറുണ്ടാക്കാം. അപ്പോൾ ഈ ഒരു അച്ചാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലാണ് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെറി പ്ലം എന്ന് പറയും. നമ്മുടെ ഇവിടെ സ്പ്രിംഗ് സീസണിൽ നിറച്ചിങ്ങനെ മരങ്ങൾ പൂക്കുന്ന സമയത്ത് വെള്ളപ്പൂക്കൾ, ചെറി ബ്ലോസത്തിൻ്റെ തന്നെ വെള്ളപ്പൂക്കൾ പിന്നീട് കായായി മാറുന്ന ഈ ഒരു ചെറി പ്ലമ്മാണ്. ചെറിയൊരു പുളിയൊക്കെ ഉള്ള നമ്മുടെ ലൗലോലിക്ക പോലെ ഇരിക്കും ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ പഴങ്ങൾ ഇവിടെ മരത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ പറിച്ച് കഴിച്ചില്ല. പക്ഷേ പപ്പയും മമ്മിയൊക്കെ നടക്കാൻ പോയിട്ട് വന്നപ്പോൾ 1-2 എണ്ണം പറിച്ചുകൊണ്ട് വന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ മമ്മയും പപ്പയും കുറച്ചധികം പറിച്ചെടുത്തിട്ട് അതൊന്ന് അച്ചാറിടാമെന്ന് പറഞ്ഞു. അവർ പറിച്ചുകൊണ്ട് വന്ന് കഴിച്ചപ്പോഴാണ് ഞങ്ങളത് ടേസ്റ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് അത് അച്ചാറിടുന്നതൊക്കെ. പക്ഷേ കിട്ടു ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ലൗലോലിക്കൊക്കെ അച്ചാറിടുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അങ്ങനെ എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു. അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ തന്നെ 2-3 കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും അതേപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം, അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ വളരെ കുറച്ച് അളവിൽ മാത്രമാണ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുള്ളൂ. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ചതച്ച മുളക്, അതായത് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ പാചകം മുഴുവൻ മമ്മിയുടെ വകയാണ് കേട്ടോ. മമ്മിയുടെ തന്നെ റെസിപ്പീസാണ്. അങ്ങനെ നമ്മുടെ സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് നമുക്ക് എപ്പോഴും കിട്ടുന്ന കുറച്ച് പച്ചക്കറികളാണ്, പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലുള്ളവർക്ക്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മെഴുക്കുവരട്ടിയായിരുന്നു അത്. അപ്പോൾ അത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ നമുക്കിവിടെ അച്ചാർ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ എള്ളെണ്ണ അഥവാ നല്ലെണ്ണ ചേർത്ത് കൊടുത്തു. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുത്തു. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇഞ്ചി, നീളത്തിലരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് അതൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചെറി പ്ലം, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എപ്പോഴും നമ്മുടെ നാട്ടിലെ ലൗലോലിക്ക അഥവാ ലൂബിക്കയുടെ ഒക്കെ ടേസ്റ്റാണ്. എനിക്ക് പൊതുവേ പുളിയുള്ള പഴങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ അച്ചാർ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു അച്ചാറുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു അച്ചാർ ഞാൻ കഴിക്കുന്നത്. നിങ്ങൾ പലരും ഇത് കഴിച്ചിട്ടുണ്ടാവാൻ ഇടയില്ലാന്ന് എനിക്കറിയാം. നാട്ടിലതത്ര ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നല്ല. പക്ഷെ നമ്മുടെ ലൂബിക്ക വെച്ചുണ്ടാക്കുന്ന അച്ചാറിൻ്റെ ഏകദേശം ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചെറി പ്ലമ്മിൻ്റെ അച്ചാറിനുള്ളത്. ചെറി പ്ലം കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു പുളിയുള്ള ഒരു മധുരമുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞപ്പോൾ അതിലേക്ക് പച്ചമുളകും അതേപോലെ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുകൊണ്ട് നമുക്കൊന്ന് വാടി വന്നം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ തീരണേ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കളറും ഉണ്ടാവും, ഒരുപാട് എരിവും ഉണ്ടാവില്ല. നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. കുറച്ച് ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ ലോ ഫ്ലെയിമിലോ ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ തീ ഓഫ് ചെയ്തു കേട്ടോ. കാരണം പൊടി ചേർത്ത് കഴിഞ്ഞ് ഇളക്കി കഴിയുമ്പം തീയുടെ ചൂട് ഒരുപാടാണെങ്കിൽ പൊടിക്കൊരു നമുക്കൊരു കത്തിയൊരു ചുവ തോന്നും. അപ്പോൾ നമ്മുടെ അച്ചാറിനൊരു കയ്പ്പ് രസം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി അവിടെ വെച്ചിരുന്നത് ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രമാത്രമാണ് നമ്മുടെ ആ ഒരു അച്ചാറിന് ഗ്രേവി ഉദ്ദേശിക്കുന്നതിനേക്കാളും കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം. കാരണം ഈ അച്ചാർ ഇരിക്കുന്നതോട് കുറച്ചുകൂടെ ഇങ്ങനെ കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചൊറുക്ക അഥവാ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അച്ചാറിനൊരു പുളി കൂടെ ആ ഒരു ചൊറുക്കയുടെ ടേസ്റ്റ് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ അച്ചാറിന് നല്ലൊരു ഫ്ലേവർ വരുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. വിനാഗിരിയും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ചതൊന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോകാനായിട്ടുള്ള ഇടയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറി പ്ലമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതേ റെസിപ്പി നമ്മുടെ ലൗലോലിക്കും ട്രൈ ചെയ്യാവുന്നതാണ്. പൊതുവേ നമ്മൾ അച്ചാറിടുന്ന ഒരു കോമൺ ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ ഈ ഒരു ഫ്ലേവർ, അതായത് പുളിയുള്ള അച്ചാറുകൾക്ക് പറ്റിയൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചെറി പ്ലം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഈ ഒരു ചെറി പ്ലം പല കളറിലുണ്ട് കേട്ടോ. പച്ച കളറിലുണ്ട്, അതേപോലെ തന്നെ ബ്രൗൺ കളറിലുണ്ട്, ചുമപ്പ് കളറിലുണ്ട്. പഴുത്ത് കഴിയുമ്പോൾ എല്ലാത്തിനും ഏകദേശം ഒരേ ടേസ്റ്റൊക്കെ തന്നെയാണ്. ചിലതിന് പുളി അല്പം കൂടുതലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചെറി പ്ലം അച്ചാറും റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ വിഭവങ്ങളെല്ലാം ഒരല്പം വെറൈറ്റി ഉണ്ടല്ലേ. കാട്ടുപന്നിയുടെ ഇറച്ചി, ചെറി പ്ലമ്മിൻ്റെ അച്ചാർ, പിന്നെ നമ്മളെപ്പോഴും കണ്ടുവരുന്ന ഒന്ന് നമ്മുടെ ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ മെഴുക്കുവരട്ടിയാണ്. നമ്മുടെ ഇറച്ചിയിൽ നിന്ന് തണുപ്പൊക്കെ മാറി കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തു, കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മീറ്റ് അഥവാ കാട്ടുപന്നിയുടെ ഇറച്ചി. അതിനാവശ്യമായിട്ടുള്ള ചെറിയുള്ളി ചതച്ചത്, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചത്, കറിവേപ്പിലൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടുക് ഇട്ട് കഴിഞ്ഞു. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ ചുവന്നുള്ളി ഇതെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. 1 കിലോ ഇറച്ചിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കാട്ടുപന്നിയുടെ ഇറച്ചി നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല എന്ന് എനിക്കറിയാം. ഇവിടെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് മാത്രമല്ല, നമുക്ക് മാനിറച്ചി കിട്ടും, കുതിര, മുയൽ, ഇതിൻ്റെയൊക്കെ ഇറച്ചി കിട്ടാറുണ്ട്. മാനിറച്ചിയുടെ റെസിപ്പി ഇതിനു മുമ്പ് നമ്മൾ പണ്ടെപ്പോഴോ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഈ ഒരു കാട്ടുപന്നിയുടെ ഇറച്ചി ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിക്കുന്നത്, ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സാധാരണ പന്നിയിറച്ചിയേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ടായിരുന്നു ഈ ഒരു ഇറച്ചിക്ക്. നാട്ടിലിത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടും നിയമവിരുദ്ധമായതുകൊണ്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലോ. പക്ഷേ ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാല, മുളക് പൊടി,
ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ പൊടികളുടെയൊക്കെ അളവെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരെ പൊതുവേ അളവ് ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ കണക്കിലൊന്നും അല്ലല്ലോ. അവർക്കൊരു കൈക്കണക്കുണ്ടായിരിക്കും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ നേരത്ത്. ആ ഒരു അളവിനാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കെൻ്റെ അളവ് പറഞ്ഞു തരാനായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പന്നിയുടെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയുടെ പച്ചമണം മാറിയ ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സാധാരണ നമ്മൾ ഇറച്ചികളെല്ലാം നാട്ടിൽ കുക്കറിലാണല്ലോ വേവിക്കാറുള്ളത്. പക്ഷേ നമ്മളിവിടെ കുക്കറിലല്ല വേവിക്കുന്നത്. ഈ ഒരു ചീനച്ചട്ടി കിടന്ന് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു മീറ്റ് വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേവ് അറിയാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുന്നത്. പിന്നെ പൊതുവെ ഇവിടെ കിട്ടുന്ന ബീഫിനും പോർക്കിനൊക്കെ ആണെങ്കിലും അധികം വേവ് ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഞങ്ങൾ കുക്കറിൽ വേവിക്കുന്നത് വളരെ കുറവാണ്. കൂടുതലും ഇതുപോലെ തന്നെ ചട്ടിയിലിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും വേവിച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. കാരണം ഇത് വെന്ത് വരുന്ന ഒരു സമയം കൊണ്ട് ഇത് അടിക്കൊന്നും പിടിക്കരുതല്ലോ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ പിന്നെ മീറ്റിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ വേവിച്ചെടുക്കുന്നതുകൊണ്ട് നമ്മൾ കുക്കറിൽ വേവിക്കുന്നതിനേക്കാളും കുറച്ചധികം സമയം എടുക്കുമെന്ന് അറിയാമല്ലോ. പക്ഷേ കിടു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വേവിച്ചെടുക്കുന്നതിന് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും. ശരിക്കും വ്യത്യാസം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ചു, അതിൽ നിന്ന് വെള്ളം ഇറങ്ങി. ഇനി ആ വെള്ളം ഒന്ന് വറ്റണം. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി, നെയ്യൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളമൊക്കെ വറ്റി ഒരു ഡ്രൈ ഫ്രൈ നല്ല ഒരു റോസ്റ്റ് പരുവത്തിന് നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വറ്റുന്നതാണ് നല്ലത്. ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ആ വെള്ളമൊക്കെ കുറച്ചുകൂടെ വറ്റി ഒന്നോടെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക കാട്ടുപന്നിയുടെ ഇറച്ചി നല്ല റോസ്റ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു പാകത്തിന് കിട്ടിക്കഴിഞ്ഞ് ഇത് മതി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറികളെല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ചോറുണ്ടാൻ പോകാം. നല്ല കുത്തരി ചോറിൻ്റെ കൂടെ നല്ല നാന്തരം കാട്ടുപന്നിയുടെ ഇറച്ചി വരട്ടിയതും അതേപോലെ തന്നെ നമ്മുടെ ചെറി പ്ലമ്മിൻ്റെ അച്ചാറും മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ടുള്ളൊരു കിടു ഊണാണ്. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പക്ഷേ ട്രൈ ചെയ്യാൻ നിവൃത്തിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കിടു ടേസ്റ്റാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഊണെന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് നാൾ പപ്പയുടെയും മമ്മിയുടെയൊക്കെ കുറച്ച് നാടൻ റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചുള്ള നാടൻ റെസിപ്പീസ് ആയിരിക്കും കൂടുതലും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം നമ്മുടെ വീഡിയോസൊക്കെ. ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം വെച്ച് ഞങ്ങളൊരു പിടിക്കട്ടെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.